ചേരുന്നുണ്ട് നമുക്കപ്പം. മനോജ്, ഗുഡ് മോർണിംഗ്. മനോജിന് ഹാപ്പി വിഷു, കുടുംബത്തിനും എല്ലാവർക്കും ആശംസകൾ അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണ് മനോജ്, കുളത്തൂപ്പുഴയിലൊക്കെ വിഷു ആഘോഷം ഗംഭീരമാണോ? ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഹാപ്പി വിഷു. കുളത്തൂപ്പുഴയിൽ വിഷു ആഘോഷം വളരെ ഗംഭീര. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ വിഷു ആഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണ് കുളത്തൂപ്പുഴ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കുളത്തൂപ്പുഴ, അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ശബരിമല അയ്യപ്പൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ബാലാവതാരമാണ് ഇവിടെ ഉള്ളത്. എങ്കിൽ തന്നെയും ഇവിടെ ഏറ്റവും മികച്ച രീതിയിൽ വിഷു ആഘോഷമാണ് നടത്തുന്നത്. വിഷുവാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പുലർച്ചെ 3 മണി മുതൽ വലിയ തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ കാണാം, ഈ ക്യൂ തന്നെ വളരെ നീണ്ട ഒരു ക്യൂ ആണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മണിക്കൂറുകളോളം ഇവിടെ തന്നെ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. മുറ്റുവയ്ക്ക് അമ്മ എത്ര നേരം കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ? കുറെ നേരം കൊണ്ട് 6 മണിക്കുമ്പോ എത്തിയതാ. എവിടെ നിന്ന് എത്തിയതാണ് ചേട്ടാ? എവിടെ നിന്നാ എത്തിയത്? ഒരു വളരെയധികം ദൂരത്തിൽ നിന്നാണ് ഇവിടെ എത്തിയത്. അത് കുട്ടികളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ചടയമംഗലം. എത്ര നേരം കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ? കുറെ നേരമായി. അതുപോലെ തന്നെ ഇതാ വലിയ തിരക്കാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ വളരെ ഒരു ഐതിഹ്യം ഉള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി സെക്രട്ടറി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്ന നമസ്കാരം സാർ. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ശബരിമല ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ബാലാവതാരമാണ്. എങ്കിൽ തന്നെയും ഈ ക്ഷേത്രത്തിലെ വിഷുവാണ് പ്രധാന ആഘോഷവും വഴിപാടും. എങ്ങനെയാണ് അത്തരത്തിലേക്ക് തോന്നുന്നത്? അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട 5 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ കുളത്തൂപ്പുഴയാണ്. ആര്യങ്കാവ്, അച്ചൻകോവില്, ആനമല, പിന്നെ കൂടാതെ പൊന്നമ്പലമേട്. ഇങ്ങനെ അതിന്റെ പൊന്നമ്പലമേടിൽ എന്ന് പറഞ്ഞ ശബരിമല തന്നെയാണ്. ശബരിമല ഭഗവാൻ ജീവനോടെ ഉണ്ടെന്നുള്ള സങ്കല്പമാണ് പൊന്നമ്പലമേടിലുള്ളത്. അങ്ങനെ 5 ക്ഷേത്രങ്ങളാണ് ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഇവിടെ വിഷുവിന് പ്രാധാന്യം കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പല ക്ഷേത്രങ്ങളിലുണ്ടല്ലോ പല ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാധാന്യം വരുന്നത് ആ ദിവസം അവിടെ ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിൽ ഐതിഹ്യങ്ങളുടെ മുഖേനയാണ്. അപ്പോൾ അയ്യപ്പന്റെ ജന്മദിനം പൈങ്കിരി ഉത്രമായി ആഘോഷിക്കുകയും പിന്നെ ഈ വിഷുവിന് നമ്മൾ പിന്നെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രാധാന്യം അതിന് വരികയും ചെയ്തുകൊണ്ടാണ് വിഷുവിന് ഇത്രയും പ്രാധാന്യം ഇവിടെ ഉണ്ടായതും അതുപോലെ തന്നെ വിഷു കണി ദർശനത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായതും. ഇത് ശനി ദേവനാണ്. അതായത് ശനിദോഷമുള്ളവർക്ക് അയ്യപ്പ ക്ഷേത്രങ്ങള് അവിടുത്തെ ദർശനം പുണ്യമാണെന്ന് കരുതുന്നത് കൊണ്ട് തന്നെ ഈ വിഷുക്കണിയും അതുപോലെ തന്നെ ശനിദോഷമുള്ളവർക്ക് ഇവിടെ വന്ന് വിഷുക്കണി ദിവസം ഇവിടെ ദർശനം നടത്തുമ്പോൾ ശനിദോഷം പോലും മാറിക്കിട്ടും എന്നുള്ള ഒരു ഐതിഹ്യം നിലവിലുണ്ട്. നമുക്ക് എത്ര മണിക്കാണ് സാധാരണ ഇവിടെ വിഷു ദർശനങ്ങൾ ആരംഭിക്കുന്നത്? 4 മണിക്ക് ആരംഭിക്കും. 4 മണിക്ക് ദർശനം ആരംഭിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഇക്കുറിയിൽ എങ്ങനെയാണ്? തിരക്ക് കൂടുതലാണോ കുറവാണോ? തിരക്ക് കൂടുതലാണെന്നാണ്. കാരണം അതിരാവിലെ തന്നെ ഇത്രയും തിരക്ക് എന്ന് പറയുന്നത് വളരെ അഭൂതപൂർവമായ തിരക്ക് അതിരാവിലെ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. ഈ വർഷം വെളുപ്പിന് 4 മണി സമയം മുതൽ തന്നെ നിയന്ത്രിക്കാനാവാത്ത തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് വിഷു ദർശനത്തിന് മാത്രമല്ല, ഈ പ്രാവശ്യത്തെ പൈങ്കിരി ഉത്രം മുതൽ സപ്താഹം ഉൾപ്പെടെയുള്ള എല്ലാ ദിവസങ്ങളിലും പൊതുവെ ജനത്തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട്. ഈ ശബരിമല ശ്രീ ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഒരു ഐതിഹ്യം എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രമാണ്. കുളത്തൂപ്പുഴയിൽ കാഴ്ചയിലാണ് മനോജ് നൽകിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പോയ കൃഷ്ണേന്ദുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കൃഷ്ണേന്ദു ഉള്ളത്. കൃഷ്ണേന്ദു അവിടെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ പേർ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്, മനോഹരമായിട്ടുള്ള സമയമാണ്, സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഒപ്പം ഭക്തി നിർഭരമായിട്ടുള്ള സാഹചര്യം ഭക്തജനങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ എന്താണ്, വീണ്ടും ഒരിക്കൽ കൂടി അവിടുത്തെ ഭക്തരിലേക്ക് പോകാമെന്ന് തോന്നുന്നു? തീർച്ചയായും നമ്മൾ വന്നതിനേക്കാളും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തെക്കൻ ഗുരുവായൂരപ്പൻ എന്ന് ഈ ഒരു ക്ഷേത്രം പരക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അമ്പലമാണെന്നാണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ചരിത്രം കേട്ടപ്പോഴത്തേക്കും മനസ്സിലാവുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അമ്പലമാണ്. അതുപോലെ ഇത് അനിഴം തിരുനാൾ, അതായത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇത് പണി കഴിപ്പിച്ചത്. അതായത് ഇതിനൊരു വളരെ മനോഹരമായ ഐതിഹ്യമുണ്ട്. അതെ,
അതെ, ഈ അനിഴം തിരുനാൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ അപകടപ്പെടുത്താനായിട്ട് ശത്രുക്കള് വരികയും അപ്പോൾ അവരെ ഇല്ലാതെയാക്കാനായിട്ട് അവരെ ശത്രു നിഗ്രഹത്തിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയോട് പ്രാർത്ഥിക്കുകയും എന്നാൽ എന്താണ് അതെ, ശത്രു നിഗ്രഹത്തിനായിട്ട് ഈ എന്താണ് രാജാവ് എഴുന്നള്ളിയപ്പോൾ ദുഷ്ടന്മാർ ഓടി രക്ഷപ്പെട്ടതായും പിന്നെ വനദുർഗയെ ഈ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതായിട്ടുമാണ് പറയപ്പെടുന്നത്. അവിടുന്ന് വനദുർഗയെ പ്രീതിപ്പെടുത്താനായിട്ടാണ് വിഷ്ണുദേവനെ പിൽക്കാലത്ത് പ്രതിഷ്ഠിച്ചതായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭഗവാനെ തൊഴാനായിട്ട് നൂറുകണക്കിന് ആൾക്കാരാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ ഒരുപാട് പേരെത്തുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ അവിടെ വളരെ ഐതിഹ്യ പെരുമയുള്ള ക്ഷേത്രത്തിലാണ് അവിടെ കൃഷ്ണേന്ദു നിൽക്കുന്നത്. എന്താണെങ്കിലും അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് കൃഷ്ണേന്ദു ചേർന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ തിരക്കുണ്ട്, വലിയ തോതിൽ ആറന്മുളയിൽ, അങ്ങനെ ഗുരുവായൂരിൽ വളരെ പ്രസിദ്ധമാണ് ഗുരുവായൂരിലെ വിഷു ദിനത്തെ കണിയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഈ ഭക്തരിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന സന്തോഷകരമായിട്ടുള്ള സമയമാണ്. എന്താണെങ്കിലും ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കെല്ലാം നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. ഹാപ്പി വിഷു ഒരിക്കൽ കൂടി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.